അസ്സലാമലൈക്കും. ഇന്ന് ചിക്കനും വെജിറ്റബിളും കൂടെ ഒരു സൂപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10-20 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചിക്കൻ്റെ ബ്രസ്റ്റ് കുറച്ചുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്കിനുള്ളതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അത് ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള പച്ചക്കറിയും ക്യാരറ്റ് 2 എണ്ണം, ഒരു സ്വീറ്റ് കോണ്, ഒരു സുക്കിനി, അതേപോലെ തന്നെ ഒരു വലിയ സവാള എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ക്യാരറ്റ്, സവാള, സുക്കിനി, അതേപോലെ തന്നെ സ്വീറ്റ് കോണ്, ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വെന്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ വെജിറ്റബിൾസ് നന്നായിട്ട് വേവണം കേട്ടോ. ഇനി വെള്ളം ഇല്ലാച്ചെങ്കിൽ തിളച്ച വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. പെപ്പർ നിർബന്ധമാണ്, കാരണം നമ്മൾ ഇതിലേക്ക് വേറെ പച്ചമുളകും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പെപ്പർ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് 2 മുട്ട ഉടച്ച് ചേർത്തിട്ട് അതും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ പെപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് എരിവ് വേണം. അപ്പോൾ നമുക്ക് 2 ആൾക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രാത്രിയൊക്കെ നമുക്ക് വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. കൂടുതൽ തന്നെ വെജിറ്റബിൾ, കുറച്ച് ചിക്കനും ഇട്ടിട്ട് പെപ്പറും മാത്രം മതി. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 മുട്ട ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പ്. ചെയ്തിട്ട് കമൻറ്റ് പറയണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഈ സൂപ്പ്. നിങ്ങൾ ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 2 മുട്ട ലാസ്റ്റാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷം ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സെർവ് ചെയ്തിട്ട് നമുക്ക് രാത്രിക്കാലത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് അടിപൊളിയാണ്. വെയിറ്റ് ലോസ് ഉള്ളവർക്കൊക്കെ ഇത് ഒരു നേരം കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ.